ഇവനെ റോഡിലോട്ട് ഇറക്കി വിട്ടാൽ അവൻ കുഴപ്പമുണ്ടാക്കത്തില്ല, അവൻ ആക്സിഡൻറ്റ് ഉണ്ടാക്കത്തില്ല, അവൻ നന്നായിട്ട് ഓടിച്ചോളും എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് എനിക്കൊരു കാര്യം. അല്ല ഗൈസ്, അങ്ങനെ ഞാനും അയർലൻഡിലെ ലൈസൻസ് പാസ്സായി. ഇന്നാണ് പോസ്റ്റ് വന്നത്. കാറില്ലെങ്കിലും ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പാസ്സായതിനു ശേഷം എനിക്ക് കിട്ടിയൊരു ടെസ്റ്റ് ഫീഡ്ബാക്കിൻ്റെ ഒരു പേപ്പർ എനിക്ക് വന്നിട്ടുണ്ട്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എനിക്കൊരു 5 സ്ഥലത്തോളം എനിക്ക് റൗണ്ട് എനിക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ 2 ഞാൻ ഓക്കെയാണ്, എനിക്കറിയാവുന്ന തെറ്റുകളാണ്. നിങ്ങൾക്ക് ഇതുപോലെ പാസ്സായതിനു ശേഷം ഇതുപോലൊരു ഫീഡ്ബാക്ക് പേപ്പർ നിങ്ങൾക്ക് കിട്ടും, തോറ്റാലും നമുക്ക് കിട്ടും. പക്ഷേ ടെസ്റ്റിന് പോകാതിരിക്കുന്നവരോട് എനിക്ക് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. കാർ നന്നായിട്ട് ഓടിക്കും, അപ്പോൾ ആ സൈഡ് ഓക്കെ, കാർ നിങ്ങൾ അടിപൊളിയായിട്ട് ഓടിക്കും, അപ്പോൾ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 7-8 ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും, അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. മാനുവൽ പോകാനുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഗ്രഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അവർ നോക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് പ്രോഗ്രഷൻ നോക്കണം. ഓട്ടോമാറ്റിക് കാറുകാർക്ക് ആ പ്രശ്നമില്ല. അത് ചെയ്യേണ്ട കാര്യം ഒബ്സർവേഷൻ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്രത്തോളം ഓവർ ഒബ്സർവേഷൻ ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ നിങ്ങളുടെ മാർക്ക് കുറയത്തൊന്നുമില്ല. ഓവർ ഒബ്സർവേഷൻ അവർക്ക് നല്ലതാണ്. ഇവനെ റോഡിലോട്ട് ഇറക്കി വിട്ടാൽ അവൻ കുഴപ്പമുണ്ടാക്കത്തില്ല, അവൻ ആക്സിഡൻറ്റ് ഉണ്ടാക്കത്തില്ല, അവൻ നന്നായിട്ട് ഓടിച്ചോളും എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് എനിക്കൊരു കാര്യം. എനിക്കും 2-3 മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. ഞാൻ ഇൻസ്ട്രക്ടറിൻ്റെ കാറായിട്ടാണ് പോയത്. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് കാറില്ലാത്തതുകൊണ്ട് ഇൻസ്ട്രക്ടറിൻ്റെ കാറായിട്ട് പോയപ്പോൾ ആ ഒരു കൺസിഡറേഷൻ എനിക്ക് തന്നിട്ടുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്ന വെഹിക്കിൾ കൺട്രോളിനകത്ത് തന്നെ ക്ലച്ചിനുള്ളതിനൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അത്ര ഫാസ്റ്റായിട്ട് ഇത് ചെയ്യുന്നില്ല, ഇടയ്ക്കിലോട്ട് വണ്ടി നിന്നുപോയി, ഫാസ്റ്റായിട്ട് ഞാൻ മൂവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു. എനിക്ക് പേപ്പർ ഏറ്റവും അവസാനമാണ്, നമ്മൾ പാസ്സായെന്നെല്ലാം പറഞ്ഞ ശേഷമാണ് ഏറ്റവും അവസാനമാണ് നമുക്ക് ഈ ഫീഡ്ബാക്ക് പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് തന്നാണ്. റോഡ് മാർക്കിങ്സ് പറഞ്ഞുകൊണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു. അതൊരു യെല്ലോ ബോക്സിൽ നിന്ന് കയറേണ്ട ഒരു അവസ്ഥ വന്നു. ഫുള്ളായിട്ട് അത് പാസ് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ ബാക്ക് വീല് അതിനകത്തായിപ്പോയി. അപ്പോൾ അതാണ് പുള്ളി ചെയ്ത മറ്റൊരു കാര്യം. പ്രോഗ്രഷൻ ഓൺ സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൈ നമ്മുടെ എപ്പോഴും ക്രോസ് പോകാതിരിക്കാൻ ശ്രമിക്കുക. മാനുവലി പോകുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഗിയർ മാറിയ ശേഷം അപ്പോൾ തന്നെ നിങ്ങളുടെ കൈ സ്റ്റിയറിങ്ങിലേക്ക് നിങ്ങൾ തിരിച്ചു എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, റോഡ് മാർക്കിങ്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക. പൊസിഷനിങ്, നിങ്ങളെ വണ്ടി പൊസിഷനിങ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇൻസ്ട്രക്ടർ പറഞ്ഞേക്കുന്ന പോലെ നിങ്ങളുടെ പൊസിഷനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റോഡ് മാർക്കിങ് ശ്രദ്ധിക്കുക. എൻ്റെ വണ്ടി ഇടയ്ക്ക് നിന്നൊക്കെ പോയി, ഇപ്പോൾ വണ്ടി നിന്ന് പോയാൽ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ആ ഒരു ദിവസത്തിൽ നിങ്ങൾ നന്നായിട്ട് ഓടിക്കും ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ പാസ്സായിട്ട് പോവാം.